കേരള സർക്കാരിൻ്റെ വളരെ കാലം ആയിട്ടുണ്ടായിരുന്ന ഒരു പേടി സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ തന്നെ BJP ഇറങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ സഹകരണ നയം കേന്ദ്രം കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇനി ഈ സഹകരണ ബാങ്കിൻ്റെ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഡാറ്റാ ബാങ്കുമായിട്ടും കേന്ദ്ര ബാങ്കുകളുമായിട്ടും ഒക്കെ ലിങ്ക്ഡ് ആയിരിക്കും. അതുകൊണ്ട് ഇനി കരുവന്നൂർ ചെയ്ത പരിപാടിയൊന്നും ഇനി നടക്കില്ല. അത്തരത്തിലുള്ള എന്തെങ്കിലും പരിപാടി അവർ അതിനുവേണ്ടി ശ്രമിച്ചാൽ എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയായിരിക്കും ഇനി ഉണ്ടാകുന്നത്. അപ്പം ഈ സഹകരണ ആയിരുന്നല്ലോ ഈ CPM സഖാക്കളുടെ ഈ സഹകരണ ബാങ്ക് ആയിരുന്നു ഇവരുടെ മെയിൻ ഒരു എന്താ പറയുക എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഇവരുടെ ഈ ഒളിച്ചു കടത്തും എല്ലാ പരിപാടികളും അതിനകത്തായിരുന്നു. ഈ ഡിമോണിറ്റൈസേഷൻ നോട്ട് നിരോധനം വന്ന സമയത്തും ഇവർക്ക് വലിയ രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അന്ന് മുതൽ ഇവർ ഈ സഹകരണ ബാങ്കിനെ വലിയൊരു എന്താ പറയുക ഒരു മുറുകെ പിടിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ എന്തായാലും അതിന് ഈ സഖാക്കളുടെ ഈ സഹകരണ ബാങ്ക് പരിപാടിക്ക് എല്ലാം ഒരു തിരിച്ചടി വരാൻ പോകുന്നു പറയുന്നത്. അത് മാത്രമല്ല, അതിനോടൊപ്പം ഈ കേരളത്തിലെ സർവകലാശാലകളെല്ലാം ഇവർ ഒന്നടങ്കം പിടിച്ചു വച്ചിരിക്കുകയാണ്. ഇവരുടെ എന്തോ ഒരു പ്രോപ്പർട്ടി എന്നുള്ളത് അതിനും ഒരു അറുതി വരാൻ ഉള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇത് RSSൻ്റെ ഒരു വിദ്യാഭ്യാസ സംഘടനയുടെ ഒരു യോഗം കൊച്ചിയിൽ നടക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അതിൽ ഈ അടുത്ത 10 വർഷത്തേക്കുള്ള വിദ്യാഭ്യാസ നയം രൂപീകരിക്കാൻ ഉള്ള, അതായത് എല്ലാ വിദ്യാഭ്യാസ സംഘടനകളിലും ഈ ദേശമൊട്ടാകെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള വിദ്യാഭ്യാസ നയം രൂപീകരിക്കാനുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നതെന്ന് കേൾക്കുന്നു. അപ്പോൾ എന്തായാലും ഈ രണ്ട് പദ്ധതികളും ഒരു നല്ല തിരിച്ചടി തന്നെ ആയിരിക്കില്ലേ കേരള സർക്കാരിന്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വിജയ്. നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം, ഇടതുപക്ഷ സർക്കാരിന്റെ പ്രധാന ആരോപണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഉപദ്രവിക്കുന്നു, കേന്ദ്ര സർക്കാർ കേരളത്തെ എല്ലാ തരത്തിലും ഉപദ്രവിക്കുന്നു, ശ്വാസം മുട്ടിക്കുന്നു, ഞങ്ങളെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, ശ്വാസം വിടാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള പ്രസ്താവനകളായിരുന്നു. അത് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കും. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ അതിന്റെ ചില സൂചനകൾ അവർ പറഞ്ഞില്ലേ, അവരെന്തുകൊണ്ടാണ് ഇത് പറയുന്നത്, അവരെന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്, അതിന് ഒരു വ്യക്തത വരുത്തി കൊടുത്തിരിക്കുകയാണ് കേന്ദ്രം. അതിലൊന്നല്ല, മുമ്പ് വിജയ് പറഞ്ഞ പോലെ രണ്ട് എക്സാമ്പിൾസ് ആണ് ഇപ്പൊ ഇന്നത്തെ ദിവസം സംഭവിച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇന്നലെ പാർലമെന്റിൽ വന്ന ദേശീയ സഹകരണ നിയമം പാർലമെന്റിൽ അതിന്റെ ഒരു ബില്ല് വരികയാണ്. അതിന്റെ സംബന്ധിച്ച നയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന്റെ സഹകരണ മേഖലയിൽ നടത്താൻ പോകുന്ന നയത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. രണ്ടാമത്തേത് വിദ്യാഭ്യാസ കാര്യത്തിലാണ്. വിദ്യാഭ്യാസ കാര്യത്തില് അടുത്ത 10 വർഷത്തേക്ക് ഇന്ത്യയിലെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം, അതിന്റെ ഭാവി എന്തായിരിക്കണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ബ്രിട്ടനിലെ വലിയ പ്രധാനപ്പെട്ട 6-7 സർവകലാശാലകൾ ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പൊ അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ നരേന്ദ്രമോദി ഒപ്പിട്ട കരാർ പ്രകാരം ഇന്ത്യയിലേക്ക് വരികയാണത്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് വലിയ സൗകര്യങ്ങളും സാധ്യതകളുമാണ് ഇന്ത്യയിൽ തെളിഞ്ഞു വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിനായിട്ട് ഇന്ന് കൊച്ചിയിൽ RSSന്റെ തലവൻ മോഹൻ ഭാഗവത് സർസംഘചാലക് തന്നെ ഇന്ന് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇടതുപക്ഷത്തോളം അവരെ പറഞ്ഞില്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർ പറയുന്ന സഹകരണ മേഖല അവർ ആദ്യം തൊട്ട് തന്നെ പറയുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, അമിത്ഷാ മിസൈൽ അയക്കുകയാണോ എന്ന് തോന്നുന്നു. അത്തരത്തിലുള്ള ഒരു യുദ്ധസമാനമായിട്ട് അന്തരീക്ഷമാണ് അദ്ദേഹം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ. നമ്മൾ അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ മിസൈലുകളാണോ അത് കേരളത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ആരും സഹായിക്കാനില്ല. കാര്യം പറയുമ്പോൾ ശരിയാണ്, സഹകരണ മേഖലയെ ശുദ്ധീകരിക്കണം. നല്ല പ്രസ്ഥാനമാണ്. കേരളത്തിലെ ഏറ്റവും ഗ്രാമീണ ലെവലിൽ വരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സഹകരണ മേഖലയെ ശുദ്ധീകരിക്കണം. പക്ഷെ അതിനകത്ത് ധാരാളം പുഴുക്കുത്തുകളുണ്ട്. ഒരുപാട് പുഴുക്കുത്തുകൾ അതിനകത്തിലുണ്ട്. നമ്മൾ കരുവന്നൂർ അടക്കം കേട്ടതാണ്. എത്രയോ ആളുകളുടെ വിലാപം. കരുവന്നൂര്, മാവേലിക്കര, കണ്ണൂര്, എത്ര ഇതിനകത്ത് രാഷ്ട്രീയ ഭേദമല്ല കേട്ടോ. രാഷ്ട്രീയ ഭേദം കേരളത്തിലെ സഹകരണ മേഖലയുടെ ഏതാണ്ട് 70-75% നിയന്ത്രിക്കുന്നത് CPM ആണ്. CPMന്റെ നിയന്ത്രണത്തിലാണ്. അവിടുത്തെ ഭരണസമിതിയും ഡയറക്ടർ ബോർഡും ഒക്കെ കാലാകാലങ്ങളായിട്ട് CPM നേതാക്കന്മാരാണ് കേരളത്തിലെ സഹകരണ മേഖല കൈകാര്യം ചെയ്യുന്നത്. കോൺഗ്രസിന് കുറച്ചേ ഉള്ളൂ. മുസ്ലിം ലീഗിന് മലപ്പുറത്ത് വളരെ നാമമാത്രമായ, പക്ഷെ അതിന് വലിയ സാമ്പത്തിക ശേഷിയുള്ള ബാങ്കുകളുണ്ട് അവർക്ക്. അതേപോലെ തന്നെ BJPക്കും വളരെ വിരലെണ്ണാവുന്ന തരത്തിലുള്ള സഹകരണ ബാങ്കുകളും പ്രസ്ഥാനങ്ങളും അവരുടെ നിലവിലുള്ളൂ. അപ്പൊ ഇതിനെ ക്ലീൻ ചെയ്യണം. കരുവന്നൂർ വന്നതോടുകൂടിയാണ് ഈ മേഖലയിൽ നടന്നിരിക്കുന്ന വ്യാപകമായ തട്ടിപ്പുകൾ. മാവേലിക്കരയും ഏതാണ്ട് സമാനമായിട്ടൊക്കെ വന്നെങ്കിലും, പക്ഷെ മാവേലിക്കരയുടെ എത്രയോ ഇരട്ടിയായിരുന്നു കരുവന്നൂരില് സംഭവിച്ചത്. അപ്പൊ അത് ശുദ്ധീകരിക്കുമെന്ന് അമിത്ഷാ ആദ്യം തൊട്ട് തന്നെ പറയുന്നുണ്ട്. കാരണം ഇത് അവരുടെ ബേസാണ്.
CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബേസ് ആണ്. നമ്മൾ പറയത്തില്ലേ, യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ പാകിസ്ഥാന്റെ കറാച്ചി പോലെ തന്നെയാണ്. കറാച്ചി പോലെ അവിടെ വലിയ സാമ്പത്തിക സോഴ്സ് ആണ്. അവിടെ എണ്ണപ്പാടങ്ങളും പിന്നെ തുറമുഖങ്ങളും ഒക്കെയുള്ള വരുമാന സ്രോതസ്സാണ്. ആ സ്രോതസ്സിലേക്ക് തന്നെയാണ് അമിത്ഷാ ആദ്യത്തെ മിസൈൽ വിട്ടിരിക്കുന്നത്. നയമുണ്ടാക്കിയിരിക്കുന്നു. വളരെ കൃത്യമായ നയമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാകത്തില്ല. ഒന്നാമത് ഏറ്റവും നല്ല പ്രൈമറി ഏറ്റവും താഴെയുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങൾ, അവിടെ ബാങ്ക് മാറ്റണമെന്ന് എത്രയോ വർഷങ്ങളായിട്ട് അവർ പരസ്യം വരെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും മാറ്റുന്നുണ്ടോ? ഇപ്പോഴും നമ്മുടെ നാട്ടുകളിലെയൊക്കെ പ്രാഥമിക സഹകരണ സംഘങ്ങളെ ബാങ്ക് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. റിസർവ് ബാങ്കിന്റെ ചട്ടം പ്രകാരം ഒരിക്കലും ഇവിടെ ബാങ്ക് എന്ന് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. ഇവിടെ വീഴുന്ന പണമാണ് ഈ ദുരുപയോഗം ചെയ്യപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഒരുപാട് കള്ളപ്പണം വീഴുന്നുണ്ട്. നമ്മൾ നോട്ട് നിരോധന കാലത്തും നോട്ട് നിരോധന കാലത്ത് കണ്ടതാണ്. പല സഹകരണ ബാങ്കുകളിലും തകർച്ചയ്ക്കുള്ള പ്രധാന കാരണം ഇതാണ്. അൺഅക്കൗണ്ടഡ് മണി ഇതിനകത്തിൽ വരുന്നു. അതേപോലെ KYC ഇല്ല. ആരുടെ പണമാണ് ഈ വന്നിരിക്കുന്നത്? ഇത് ആരാണ് ഇതിന്റെ ഉടമസ്ഥൻ? ഇതിന്റെ സോഴ്സ് എന്താണ്? ഇതൊന്നും വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ ഇത്ര പണം ഉണ്ടെന്നുണ്ടെങ്കിൽ സഹകരണ ബാങ്കിൽ കൊണ്ടുവന്നിട്ടാൽ മതി, പലിശയും കൂടുതൽ കിട്ടും. ഇതായിരുന്നു കേരളത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സമ്പ്രദായം. ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ചില പരിപാടികളൊക്കെ, ചില ജിമ്മിക്സുകളൊക്കെ നോക്കി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബാങ്ക് മാറ്റിയിട്ടില്ല. ഇതിന് ജില്ലാ സഹകരണ ബാങ്ക് എന്ന് പറയുന്ന അപ്പെക്സ്, ഇതിന്റെ ഒരു ഉയർന്ന ബോഡി ഉണ്ടായിരുന്നു, ജില്ലാ തലങ്ങളിലുണ്ടായിരുന്നു. അതിനെയെല്ലാം പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി. അത് ജില്ലാ സഹകരണ ബാങ്കുകളെ ഇല്ലാതാക്കിയിട്ട് കേരള ബാങ്ക് രൂപീകരിച്ചു. സംസ്ഥാന തലത്തിൽ കേരള ബാങ്ക് രൂപീകരിച്ച് ഈ നിയമത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊന്ന് നോക്കി. നിയമം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു കേരളത്തിന്റെ സംസ്ഥാന ചട്ടക്കൂടിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് കേന്ദ്രത്തിന് ഇപ്പൊ പുതിയ നിയമം ഉണ്ടാക്കേണ്ടി വരുന്നത്. ഈ കേന്ദ്രം പറയുന്നത് അങ്ങനെ പൂർണ്ണമായിട്ടും അനുസരിക്കണമെന്നില്ല. അതാണ് ഈ സഹകരണ സഹകരണ മേഖലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ കേന്ദ്ര നിയമത്തിൽ എന്താ വന്നിരിക്കുന്നത്? നിങ്ങൾ വീണ്ടും ജില്ലാ ബാങ്കുകൾ പുനഃസ്ഥാപിക്കണം. ഒരു ജില്ലയിൽ ഒരു ജില്ലാ ബാങ്കെങ്കിലും ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഡേറ്റ കൊണ്ടുവരണം. ഇത് നിങ്ങൾ അവിടെ എത്ര സഹകരണ ബാങ്കുകൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെയൊക്കെ ആസ്തി എത്രയാണ്, അതിന്റെ അല്ലെങ്കിൽ നഷ്ടം എത്രയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ അക്കൗണ്ടിലാണ് അവിടെ പണം വന്നിരിക്കുന്നത്, ആരുടെയൊക്കെ പേരിലാണ് പണം കിടക്കുന്നത് എന്നുള്ള മുഴുവൻ ഡേറ്റകളും കേന്ദ്രത്തിന് വേണമെന്ന് അവര് കേരളത്തിൽ സംസ്ഥാനത്ത് എടുത്ത ശേഷം അത് ദേശീയ ഡേറ്റാ ബാങ്കിലേക്ക് കൊടുക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി നബാർഡ് വഴി ഒക്കെയുള്ള സഹായങ്ങളും നമുക്ക് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ സഹായങ്ങളും ബ്ലോക്ക് ചെയ്യപ്പെടും, തടസ്സപ്പെടും. എത്ര കോടി രൂപയുടെ സഹായമാണ് ഓരോ വർഷം വരുന്നത്? നമുക്കിതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒക്കത്തില്ല. നമുക്ക് പെട്ടെന്നൊന്നും ഒഴിഞ്ഞു മാറാൻ ഒക്കത്തില്ല. നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തിയ ഒരു സംവിധാനമാണിത്. നമുക്ക് അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞിട്ട് ഇതിനെ ഒഴിഞ്ഞു മാറാൻ ഒക്കത്തില്ല. അപ്പൊ അത്തരത്തിലൊരു പിടിമുറുക്കലാണ് അമിത്ഷാ ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇനി ഇത് ബില്ല് വരും, അത് പാർലമെന്റ് പാസ്സാക്കി എടുക്കുകയും വേണം. അത് നിയമമായിട്ട് നടപ്പാവുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് വിദ്യാഭ്യാസ സെക്ടറിൽ ഉണ്ടായിരിക്കുന്നത്. വിദ്യാഭ്യാസ സെക്ടറിൽ തന്നെയാണ് സംഭവിക്കുന്നത്. വിദ്യാഭ്യാസത്തെ ഗവർണറെ അദ്ദേഹത്തിന്റെ രാജ്ഭവനിൽ ഒരു കാവിക്കൊടിയാ വെച്ചിരിക്കുന്നത്. ഒരു കാവിക്കൊടി വെച്ചതിന്റെ പേരില് ഇവിടെ കേരളം മുഴുവൻ കാവ്യവൽക്കരിക്കാൻ പോകുന്നതെന്നും പറഞ്ഞില്ലാത്ത ബഹളങ്ങൾ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി മന്ദിരം അടിച്ച് അവിടുത്തെ ഉണ്ടായ ബഹളങ്ങളും അക്രമങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോ അങ്ങനെയല്ല. കേരളത്തിന്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം അടുത്ത 10 വർഷത്തേക്ക് എന്തായിരിക്കണം? അടുത്ത 10 വർഷത്തേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കണം? അതിനെക്കുറിച്ചുള്ള ദേശീയ ചർച്ച കേരളത്തിലാണ് നടക്കുന്നത്. ആലോചിച്ച് നോക്കുക. അതിന്റെ വേദി കേരളമായിട്ട് മാറിയിരിക്കുന്നു. ഇന്ത്യയിലെ പല സർവകലാശാല എന്നുള്ള രാഷ്ട്രീയ സന്ദേശം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ സന്ദേശം തന്നെയാണ്. ഇന്ത്യയിലെ മികച്ച അക്കാഡമിഷ്യൻസ് ഇവിടെ പങ്കെടുക്കുകയാണ്. ജ്ഞാനസഭ എന്നാണ് അതിന് പറയുന്നത്. RSS ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ജ്ഞാനസഭ എന്നാണ് പറയുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാല ഒരു 5-6 VC-മാർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. വൈസ് ചാൻസലർമാരും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്നതിനായിട്ട് RSSന്റെ സർസക്കൻ ചാലക് മോഹൻ ഭാഗവത് കേരളത്തിൽ എത്തിക്കഴിഞ്ഞു അദ്ദേഹം. അപ്പൊ അതിനവർ കൊടുക്കുന്ന ഒരു ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്കി. എത്രയോ ഗൗരവത്തിലാണ് ആ വിഷയത്തെ അവർ കാണുന്നത് നോക്കുക. അപ്പൊ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ നടപ്പാക്കുകയാണ്, കേന്ദ്ര സർക്കാർ നടപ്പാക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു. നമ്മളെല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ഒന്നും നമുക്ക് വേണ്ട. അതിനെ വേണ്ട എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. കേന്ദ്ര സർക്കാർ 300 സ്കൂളുകൾ PM ശ്രീ പദ്ധതിപ്പെടുത്തിയിട്ട് 300 സ്കൂളുകൾ നമുക്ക് തരാമെന്ന് പറഞ്ഞതല്ലേ? അതെല്ലാം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും പല രീതിയിൽ അത് അലോട്ട് ചെയ്ത് കൊടുത്താണ് അവർ സ്കൂളുകൾ.
പക്ഷെ കേരളത്തിന് വേണ്ട എന്നാണ് പറയുന്നത്. PM ശ്രീ സ്കൂളുകൾ കേരളത്തിന് വേണ്ട. ഒരു സ്കൂളിന് ഗവൺമെന്റ് മേഖലയിലാണ് കൊടുക്കുന്നതെന്ന് ആലോചിക്കണം. ഒരു സ്കൂളിന് 2 കോടി രൂപയാണ് ആദ്യത്തെ ഘട്ടത്തിൽ കൊടുക്കുന്നത്. നമ്മുടെ സർക്കാർ സ്കൂളുകളും മറ്റേതൊക്കെ ഓരോ ദിവസവും നമുക്കറിയാമല്ലോ, മഴ ഇങ്ങനെ കനത്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും അവിടെ ഇവിടെയൊക്കെ മറിഞ്ഞു വീഴുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ ഫണ്ട് 2 കോടി രൂപ വാങ്ങിച്ച് നിങ്ങൾ നല്ല സ്കൂൾ കെട്ടിടങ്ങൾ പണിയാം, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാം, ഉന്നത നിലയിൽ ആ സ്കൂളുകളുടെ വളർച്ച നമുക്ക് വളർത്തിയെടുക്കാം. എന്തോ തീർച്ചയായിട്ടും അതാണ് ആ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഈ 2 കോടി രൂപ അവിടെ കേന്ദ്ര സഹായം കിട്ടണമെന്നുണ്ടെങ്കിൽ അവര് വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ഇത് കേന്ദ്ര പദ്ധതിയാണ്, ഇത് കേന്ദ്ര പദ്ധതിയാണെന്ന് അറിയിക്കണം. കേന്ദ്ര പദ്ധതിയാണ് അറിയിക്കുന്നത്. എന്ത് ചെയ്യേണ്ടി വരും? കേന്ദ്രത്തിന്റെ ഭരണം വഹിക്കുന്ന ആളിന്റെ ചിത്രം വെക്കേണ്ടി വരും. നമ്മൾ എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാണിക്കുന്നതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കേന്ദ്ര പദ്ധതികൾ ഇതുപോലെ ചോപ്പണിഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ കേന്ദ്രം ഇങ്ങനെ ഒരു ഇതുകൂടെ കടുംപിടുത്തം കാണിക്കുന്നത് അല്ലേ? കടുംപിടുത്തമല്ല, അത് അവരുടെ ഫണ്ടാണ്. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ എല്ലാ അവകാശം നമ്മുടെ തൊഴിലുറപ്പടക്കം ഇപ്പൊ ഈ സമരം നടത്തുന്ന ആശാ വർക്കർമാരുടെ സമരത്തില് അതിനകത്തിലെല്ലാം കേന്ദ്രത്തിന്റെ നല്ല ഫണ്ട് വരുന്നുണ്ട്. ഇതിനകത്തില് കേന്ദ്ര ഗവൺമെന്റ് സഹായം വരുന്നുണ്ട്. ഈ സഹായങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കുന്നുമുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളായിട്ടാണ് നാട്ടുകാരുടെ മുമ്പില്, ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് ശരിയല്ല. എന്നിട്ട് അവതരിപ്പിച്ച ശേഷം പറയുന്നത് കേന്ദ്രം ഒന്നും തരുന്നില്ല. ഇപ്പൊ ആശാ വർക്കർമാരോട് അത് തന്നെയാണല്ലോ പറയുന്നത്, കേന്ദ്രം തരട്ടെ. അവരെത്രയോ ദിവസമായിട്ട് 10-25,000 സഹോദരിമാർ സമരം ചെയ്യുകയാണ്. അതേപോലെ തന്നെ പിന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ SSK പണ്ട് SSA എന്നറിയപ്പെടുക, അതിനകത്തിൽ ഫണ്ട് എത്ര കോടി രൂപയാണ് ഓരോ വർഷവും കേന്ദ്ര ഗവൺമെന്റിന് അലോട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. എന്തെല്ലാം തരം ആനുകൂല്യങ്ങൾ കുട്ടികൾക്കും അധ്യാപകർക്കും എന്തെല്ലാം സൗകര്യങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അതിനും വേണ്ട, അതിനകത്തിലേക്കും വേണ്ട എന്നാണ് പറയുന്നത്. ഇപ്പൊ അതുകൊണ്ട് എന്ത് പറ്റി? അവർക്ക് ഇപ്പൊ ശമ്പളം മുടങ്ങിയിരിക്കുകയാണ്. ഏതൊക്കെ പറഞ്ഞില്ലേ, 2, 3, 4 മാസം കൂടുമ്പോഴാണ് അവിടത്തേക്കൊക്കെ ശമ്പളങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ എന്തിനേയും എതിർക്കുന്ന രാഷ്ട്രീയമായ എതിർപ്പുകളാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് തമിഴ്നാടിനെയൊക്കെ കണ്ടുപഠിക്കേണ്ടത്. തമിഴ്നാടിന്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാലിൻ ചില കേന്ദ്ര വിരോധങ്ങളും ഹിന്ദി വിരോധവും നമ്മളൊക്കെ പറഞ്ഞെങ്കിലും ഒരു കേന്ദ്ര പദ്ധതി പോലും തമിഴ്നാട്ടിൽ മുടങ്ങത്തില്ല. വരുന്ന പദ്ധതി ഏതാണോ അതിനെ ആദ്യം തന്നെ അവർ വാങ്ങിച്ചെടുക്കും. അതാണ് തമിഴ്നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അവരുടെ പ്രധാനമന്ത്രി ചിത്രം വെക്കുന്നതിനൊന്നും അവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് നമ്മൾ വായിച്ചിട്ടില്ല, ഇതുവരെ ഒന്നും വായിച്ചറിഞ്ഞിട്ടില്ല. അപ്പൊ അത്തരത്തില് മണ്ടത്തരങ്ങളിൽ നിന്ന് മണ്ടത്തരങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ കുട്ടികൾ കേരളം വിട്ട് ഓടിപ്പോകുന്നതിന്റെ കാര്യം ഇതുകൊണ്ടാണ്. ഇപ്പൊ സർക്കാർ സ്കൂളുകളെ എന്തെല്ലാം സൗകര്യങ്ങളാണ് നമ്മൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കുറെ നല്ല കെട്ടിടങ്ങളും ഒക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ പണിഞ്ഞിട്ടിട്ട് കാര്യമില്ല. പഠിക്കാൻ കുട്ടികൾ വേണ്ടേ അവിടെ? ആര് പഠിക്കാനാണ് അവിടെ? കുട്ടികൾ ആരും വരുന്നില്ല പഠിക്കാനായിട്ട്. സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾ വരുന്നില്ല. അവർ വരണമെന്നുണ്ടെങ്കിൽ അവർക്കുള്ള സൗകര്യങ്ങൾ ഏറ്റവും അത്യാധുനികമായ സൗകര്യങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ വരികയുള്ളൂ. അതിനാണ് കേന്ദ്രം ഫണ്ട് തരാമെന്ന് പറയുന്നത്. പക്ഷെ ആ ഫണ്ട് പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് ആ ഫണ്ടും വേണ്ടതെന്നാണ് പറയുന്നത്. പക്ഷെ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കുകയില്ല. കേരളമായിരിക്കാം ഒരു പക്ഷെങ്കില് ഇത്തരത്തിലുള്ള ഈ മുന്നോട്ടുള്ള പുരോഗതി മറ്റ് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എല്ലാം മുന്നോട്ട് കുതിക്കുമ്പോൾ നമ്മൾ ഇക്കാര്യത്തിൽ പുറമോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയോടും ചെയ്യുന്ന ഒരു വലിയ അനീതിയായിരിക്കുമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും.